ലൈഫിൽ ടെൻഷൻ അടിക്കാൻ വേറെ പല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്, ലൈക്ക് ഫാമിലി, ലൈക്ക് യുവർ പേഴ്സണൽ ഗ്രോത്ത്, യുവർ കരിയർ ബീങ് ആക്ടിങ്, പക്ഷേ യുവർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. തിങ്സ് ലൈക്ക് ദിസ് യു ക്യാൻ ഫോക്കസ് ഓൺ. ഏറ്റവും കൂടുതൽ എനിക്കിത് പറയാനുള്ള ട്രോളന്മാരോടാ. മറ്റാൾക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യു ഫോക്കസ് ഓൺ യുവർ ഓൺ ഗ്രോത്ത് ഇഫ് യു ക്യാൻ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. ഇപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊരു വേർഡ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നാണ്. ഇപ്പം ട്രോൾ ചെയ്യുന്നവരെ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു ധാരണയുണ്ട്, നിങ്ങളെല്ലാം ഹൈ പ്രിവിലേജ്ഡ് ഫാമിലിയാണ്, സുരേഷ് സാറിന്റെ മകൻ ഫുൾ എന്താ പറയുക ലാവിഷായിട്ട് സുഖകരമായ ജീവിതം, ഇവർക്ക് ദുഃഖം എന്താന്ന് അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ധാരണ. ഇപ്പൊ ഫിനാൻഷ്യൽ എങ്ങനെയാണ് ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത്, അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ മോനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നടക്കാം, അച്ഛൻ്റെ കയ്യിൽ സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്, പേടിക്കണ്ട, ഞങ്ങളെ പോലെ പണി ചെയ്യണ്ട, അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ ഈ ഇടയ്ക്കൊരു വണ്ടി എടുത്തായിരുന്നു. And it's the GTI, the Golf GTI. And the price on road കേരളത്തിൽ വരുന്നത് it's about 10,000 something like that. Okay. And if you compare it to other states have it lower, so that's probably something our government can look into. But ഇതെടുത്ത സമയത്ത് വന്ന കമന്റ്സ് എന്ന് പറയുന്നത്, അച്ഛനാണോ മോനാണോ എടുത്തത്, സ്വന്തം കാശിനായാൽ കൊള്ളായിരുന്നു. ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം, ഞാൻ ലോൺ എടുത്താണ് ആ വണ്ടി എടുത്തത്.